ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ അടുത്തിടെ ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ഒരു മികച്ച ഫാമിലി ഡ്രാമ പ്രമേയമാക്കി ZEE5 സ്ട്രീം ചെയ്യുന്ന മിസ്സസ് എന്ന സിനിമയുടെ കഥയാണ് കാണാൻ പോകുന്നത്. സിനിമ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രധാന കഥാപാത്രമായ റിച്ചയെ കാണിക്കുന്നു. റിച്ചയ്ക്ക് നൃത്തം ചെയ്യാൻ അതിയായ ഇഷ്ടമാണ്. അവളുടെ മാതാപിതാക്കൾ അവൾക്കായി ഒരു ഡോക്ടറുടെ വിവാഹാലോചന കൊണ്ടുവരുന്നു. പയ്യന്റെ പേര് ദിവാകർ. അയാൾക്ക് സ്വന്തമായി ഒരു ക്ലിനിക്കുമുണ്ട്. അങ്ങനെ ദിവാകറിന്റെ കുടുംബം റിച്ചയെ പെണ്ണ് കാണാൻ വരുന്നു. റിച്ചയ്ക്കും ദിവാകറിനും പരസ്പരം ഇഷ്ടമായതോടെ അവരുടെ കുടുംബങ്ങൾ വിവാഹമുറപ്പിക്കുന്നു. അങ്ങനെ റിച്ച സന്തോഷത്തോടെ ദിവാകറിനെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ദിവാകർ റിച്ചയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതേ രാത്രി അവരുടെ ആദ്യ രാത്രിയാണ്. അവർ സന്തോഷത്തോടെ തന്നെ റൊമാൻറ്റിക്കലി ഇന്റിമേറ്റ് ആകുന്നു. പിറ്റേന്ന് രാവിലെ റിച്ച വൈകി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ അവളുടെ അമ്മായിയമ്മ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. റിച്ച അമ്മായിയമ്മയോട് ചോദിക്കുന്നുണ്ട്, ചമ്മന്തി ഞാൻ മിക്സിയിൽ അരക്കട്ടെ എന്ന്. അമ്മായിയമ്മ പറയുന്നു, നിന്റെ അമ്മായിയച്ഛന് മിക്സിയിൽ അരച്ച ചമ്മന്തി ഇഷ്ടമല്ല. അദ്ദേഹം കല്ലിൽ അരച്ച ചമ്മന്തി മാത്രമേ കഴിക്കൂ. അപ്പോഴേക്കും അയൽപ്പക്കത്തെ സാവി എന്ന പെൺകുട്ടി ഇലക്കറികളുമായി വന്ന് റിച്ചയെ പരിചയപ്പെടുകയും അവളുമായി അടുപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട്. റിച്ചയ്ക്ക് ഒരു ശീലമുണ്ട്. പാചകം ചെയ്യുമ്പോൾ അതിൽ നിന്നും അല്പം എടുത്ത് രുചിച്ചു നോക്കും. സീൻ കട്ട് ചെയ്ത് അതേ ദിവസം രാത്രി എല്ലാവരും അത്താഴം കഴിച്ചതിനു ശേഷം ദിവാകറിന്റെ അമ്മ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. അമ്മേ, അതവിടെ വെച്ചോളൂ, രാവിലെ വേലക്കാരി വന്ന് വൃത്തിയാക്കിക്കോളും എന്ന് പറയുന്നു. എന്നാൽ അമ്മായിയമ്മ, ഇല്ല മോളെ, അടുക്കളയിലെ പാത്രങ്ങൾ കഴുകാതെ വെക്കാൻ പാടില്ല എന്ന് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ റിച്ച പറയുന്നു, എന്നാൽ ഞാൻ വൃത്തിയാക്കാമെന്ന്. അതിന് അമ്മായിയമ്മ, വേണ്ട മോളെ, ഇന്നത്തേക്ക് ഞാൻ ചെയ്തോളാം, നീ പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അവളെ മുറിയിലേക്ക് അയക്കുന്നു. മുറിയിൽ കാത്തിരുന്ന ദിവാകർ റിച്ച വന്നയുടനെ അവളെ കെട്ടിപ്പിടിച്ച് റൊമാൻറ്റിക്കലി ഇന്റിമേറ്റ് ആക്കാൻ ശ്രമിക്കുന്നു. റിച്ച, ഞാൻ ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു, എനിക്കിപ്പോൾ ഒരു മൂഡില്ല എന്ന് പറഞ്ഞിട്ടും ദിവാകർ അത് കേൾക്കാതെ അവളുമായി ബന്ധപ്പെടുന്നു. മറുവശത്ത് അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ദിവാകറിന്റെ അമ്മ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കിയ ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത്. തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ഭർത്താവ് തന്നെ മനസ്സിലാക്കാതെ പെരുമാറുന്നത് റിച്ചയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത സീനിൽ ദിവാകറിന്റെ അമ്മ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് തന്റെ ജോലികൾ ആരംഭിക്കുന്നു. ഭർത്താവിന് ജീരകവെള്ളം കൊടുത്ത ശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ഷൂസും തയ്യാറാക്കി വെക്കുന്നു. പിന്നീട് അടുക്കളയിൽ പോയി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. റിച്ചയും അടുക്കളയിൽ വന്ന് അമ്മായിയമ്മയെ സഹായിക്കുന്നു. മറുവശത്ത് ദിവാകർ എഴുന്നേറ്റയുടൻ ടെന്നീസ് കളിക്കാൻ പോകുന്നുണ്ട്. തിരിച്ചു വന്ന് കുളി കഴിഞ്ഞ് അടുക്കളയിൽ തിരക്കിട്ട് ജോലി ചെയ്യുന്ന റിച്ചയെ വിളിക്കുന്നു. റിച്ച അവിടെ എത്തിയപ്പോൾ തനിക്ക് ക്ലിനിക്കിൽ പോകണമെന്നും വസ്ത്രങ്ങൾ എടുത്തു തരാനും ആവശ്യപ്പെടുന്നുണ്ട്. റിച്ച അലമാരിയിൽ നിന്ന് ദിവാകറിന്റെ പാൻസും ഷർട്ടും എടുത്തു കൊടുത്ത് വീണ്ടും അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എല്ലാ വസ്ത്രങ്ങളും എടുക്കൂ എന്ന് ദിവാകർ പറയുന്നു. അവൾ അദ്ദേഹത്തിന്റെ ബനിയനും അടിവസ്ത്രവും എടുത്തു കൊടുത്തിട്ട്, ഇനി ഞാനിത് അണിയിച്ചു തരണോ എന്ന് ചോദിക്കുന്നു. അതെ, നീ എന്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞ് അയാൾ ചിരിക്കുന്നുണ്ട്. സത്യത്തിൽ അതേ മുറിയിലുള്ള തന്റെ വസ്ത്രങ്ങൾ ദിവാകറിന് സ്വയം എടുക്കാമായിരുന്നു. പക്ഷെ അയാൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന റിച്ചയെ വിളിച്ച് പണിയെടുപ്പിക്കുകയാണ് ചെയ്തത്. ദിവാകറും അച്ഛനും പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ റിച്ച തിടുക്കത്തിൽ അമ്മായി അച്ഛന് ഇടത് കൈകൊണ്ട് ചപ്പാത്തി കൊടുക്കാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം, ഇടത് കൈകൊണ്ടല്ല മോളെ തരേണ്ടത്, യാചകർക്ക് പോലും ആരും ഇടത് കൈകൊണ്ട് ഒന്നും കൊടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ റിച്ച അമ്മായിയമ്മയോട്, അമ്മയും വന്നിരുന്ന് കഴിക്കൂ, ഞാൻ വിളമ്പാം എന്ന് പറയുമ്പോൾ അമ്മായി അച്ഛൻ ഇടപെട്ട്, അവൾക്ക് എന്താ ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യണോ, അവൾ പിന്നെ കഴിച്ചോളും എന്ന് പറയുന്നു. ദിവാകർ ഭക്ഷണം കഴിഞ്ഞ് ചായ കുടിക്കുന്നു. പതിവ് പോലെ ദിവാകർ തനിക്ക് ചായ പങ്കുവെക്കുമെന്ന് റിച്ച പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അയാൾ ചായ മുഴുവൻ കുടിച്ച് ക്ലിനിക്കിലേക്ക് പോകുന്നു. ദിവാകറിന്റെ അച്ഛനും സുഹൃത്തുക്കളെ കാണാനായി പുറത്തേക്ക് പോകുന്നുണ്ട്. അവർ പോയ ശേഷം ഡൈനിങ് ടേബിളിൽ അവർ ഉപേക്ഷിച്ച് പോയ പ്ലേറ്റുകളിൽ ദിവാകറിന്റെ അമ്മ ഭർത്താവിന്റെ പ്ലേറ്റിലും റിച്ച തന്റെ ഭർത്താവിന്റെ പ്ലേറ്റിലും ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നു. കഴിച്ചതിന് ശേഷം അവർ വീണ്ടും ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നുണ്ട്. ഒരു ദിവസം റിച്ചയുടെ ഡാൻസ് ട്രൂപ്പിന്റെ സുഹൃത്ത് ബബ്ലി അവളെ വിളിച്ച് ഡാൻസ് റിഹേഴ്സലിന് വരാൻ പറയുന്നു. എന്നാൽ വീട്ടിലെ ജോലി കൊണ്ട് റിച്ചയ്ക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. അതിനാൽ അവൾക്ക് പോകാനും സാധിക്കുന്നില്ല. ദിവാകറിന് പ്രിയ എന്നൊരു സഹോദരിയുണ്ട്. അവൾ ഭർത്താവിനൊപ്പം വിദേശത്താണ് താമസിക്കുന്നത്. ഒരു ദിവസം പ്രിയ അമ്മയെ വിളിച്ച് കുറച്ചു നാൾ തങ്ങളോടൊപ്പം വന്ന് നിൽക്കാൻ പറയുന്നു. റിച്ചയും അമ്മായിയമ്മയോട്, അമ്മ പോയി വരൂ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. പ്രിയയുടെ അമ്മ മകൾക്കായി പലതരം പലഹാരങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. റിച്ചയും അമ്മായിയമ്മയെ സഹായിക്കുന്നു. പോകുന്നതിന് മുൻപ് അമ്മായിയമ്മ റിച്ചയോട്, നിന്റെ അമ്മായിയച്ഛനെയും ഭർത്താവിനെയും നന്നായി നോക്കണം, അവർക്ക് വേണ്ടതെല്ലാം നീ തന്നെ ചെയ്തു കൊടുക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പിറ്റേന്ന് രാവിലെ റിച്ച ചായ ഉണ്ടാക്കി അമ്മായിയച്ഛന് കൊടുക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം, എനിക്ക് രാവിലെ ജീരകവെള്ളം കുടിച്ചാലേ വയറ് ശരിയാവൂ എന്ന് പറയുന്നു. റിച്ച അത് കൊണ്ടുകൊടുക്കുന്നുണ്ട്. പിന്നീട് അടുക്കളയിൽ പോയി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നു.
റൊട്ടിയും ചമ്മന്തിയും ഉണ്ടാക്കുന്നതിനിടയിൽ മുളക് കണ്ണിൽ തെറിച്ച് അവൾക്ക് നീറ്റലുണ്ടാകുന്നു. ചമ്മന്തി വേഗം തയ്യാറാക്കാൻ വേണ്ടി അവൾ അത് മിക്സിയിൽ അരയ്ക്കുന്നു. മിക്സിയുടെ ശബ്ദം അമ്മായിയച്ഛനും കേൾക്കുന്നുണ്ട്. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് മിക്സിയിൽ അരച്ച ചമ്മന്തിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം, എനിക്ക് ഇന്നത്തേക്ക് തൈര് കൊണ്ടുപോവാ മോളെ, ഈ ചമ്മന്തി മിക്സിയിലല്ലേ ഉണ്ടാക്കിയത്, എനിക്കിത് ശീലമില്ല, കല്ലിൽ അരച്ചാൽ നിന്റെ കൈവേദനിക്കും അല്ലേ, നിന്റെ അമ്മായിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ കല്ലിൽ അരച്ച് തന്നേനെ എന്ന് പറഞ്ഞ് പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നു. ദിവാകറും അച്ഛനും ഭക്ഷണം കഴിച്ചു പോയ ശേഷം റിച്ച പാത്രങ്ങൾ കഴുകി അടുക്കളയും വൃത്തിയാക്കുന്നു. ജോലി കഴിഞ്ഞ് തന്റെ ഡാൻസ് വീഡിയോകൾ കണ്ട് വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ജോലിക്കാരൻ വന്ന് മട്ടൻ കൊടുത്തിട്ട് ഇത് ഉച്ചഭക്ഷണത്തിനുണ്ടാക്കാൻ ദിവാകർ സർ പറഞ്ഞു എന്ന് പറയുന്നു. റിച്ച മട്ടൺ പാകം ചെയ്യുന്നതിനിടയിൽ ഇയർബഡ്സ് വെച്ച് പാട്ട് കേട്ട് ആസ്വദിക്കുന്നു. ഇതേ സമയം പുറത്തു പോകാനായി അമ്മായി അച്ഛൻ റിച്ചയെ വിളിച്ച് തന്റെ ചെരുപ്പ് എടുത്തു വെക്കാൻ പറയുന്നു. റിച്ച വരാൻ വൈകിയപ്പോൾ അയാൾ സ്വയം ചെരുപ്പെടുത്ത് റിച്ച എന്തു ചെയ്യുന്നുവെന്ന് നോക്കാനായി അടുക്കളയിലേക്ക് വരുന്നു. റിച്ച പാട്ടും കേട്ട് നൃത്തം ചെയ്യുന്നത് കണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. അദ്ദേഹത്തെ കണ്ട റിച്ച ഞെട്ടിപ്പോകുന്നുണ്ട്. അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഉച്ചഭക്ഷണ സമയത്ത് ദിവാകർ റിച്ച മട്ടൻ ബിരിയാണി കൊണ്ടുവരുമെന്ന് കാത്തിരിക്കുന്നു. എന്നാൽ മറുവശത്ത് മട്ടൻ ഉണ്ടാക്കാൻ വൈകിയതിനാൽ റിച്ച ആദ്യം അമ്മായി അച്ഛന് ഭക്ഷണം വിളമ്പുന്നു. രാവിലെ നടന്നതിന് ക്ഷമയും ചോദിക്കുന്നു. അത് കഴിച്ചതിന് ശേഷം അദ്ദേഹം, നീ ഇത് കുക്കറിലല്ലേ ഉണ്ടാക്കിയത്, അപ്പോൾ ഇത് ബിരിയാണിയല്ല പുലാവാണെന്ന് പറയുന്നു. ബിരിയാണി എന്നാൽ പതുക്കെ വേവിച്ചുണ്ടാക്കണം, എനിക്ക് ആ ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. വൈകുന്നേരം ക്ലിനിക്കിൽ നിന്ന് വന്ന ദിവാകർ റിച്ചയോട് പറയുന്നു, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലിനിക്കിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചാണ് വരുന്നത്, എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, നീ ഇന്ന് ഭക്ഷണം അയക്കാത്തത് കൊണ്ട് ഞാൻ 6 തവണ ചായ കുടിച്ചാണ് വിശപ്പടക്കിയത്, കാരണം ഞാൻ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കില്ല, ഇനി ഇത് ആവർത്തിക്കരുത് എന്നും പറയുന്നു. റിച്ചയുടെ അമ്മായി അച്ഛൻ ഭാര്യയെ ഫോണിൽ വിളിച്ച്, നിന്റെ മരുമകളെ ബിരിയാണി ഉണ്ടാക്കാൻ പോലും നീ പഠിപ്പിച്ചില്ലേ, വീട്ടിലെ ജോലികളൊക്കെ നീ അവളെ പഠിപ്പിക്കേണ്ടതല്ലേ, അവളോട് വീട് വൃത്തിയായി സൂക്ഷിക്കാനെങ്കിലും പറയ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഞാൻ റിച്ചയെ വിളിച്ച് പറയാമെന്ന് ഭാര്യ മറുപടി നൽകുന്നു. പിറ്റേന്ന് മുതൽ റിച്ച വീടും അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കാൻ തുടങ്ങുന്നു. അമ്മായി അച്ഛനു വേണ്ടി യൂട്യൂബിൽ നോക്കി കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടും അതെങ്ങനെയുണ്ടെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. ഇത് റിച്ചയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അവൾ വീണ്ടും പാത്രങ്ങൾ കഴുകി ദിവാകറിന് ഉച്ചഭക്ഷണം കൊടുത്തയച്ച ശേഷമാണ് അവൾ പോലും കഴിക്കുന്നത്. അതേ ദിവസം രാത്രി ദിവാകർ വീട്ടിലെത്തിയപ്പോൾ റിച്ച, ഉച്ചയ്ക്കുണ്ടാക്കിയ ബിരിയാണിയുണ്ട്, ഇനി രാത്രിക്ക് വേറെ ഉണ്ടാക്കണോ, നമുക്ക് അത് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ദിവാകർ, എനിക്ക് രാത്രി ചപ്പാത്തി കഴിക്കുന്നതാണ് ശീലം എന്ന് പറയുന്നു. ഗത്യന്തരമില്ലാതെ റിച്ച വീണ്ടും കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ അമ്മയെ ഫോണിൽ വിളിച്ച്, ഞാൻ ഇവിടെ രാവിലെ മുതൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞ് വിഷമം പറയുന്നു. എന്നാൽ അമ്മ, കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുമോളെ എന്ന് ഉപദേശിക്കുന്നു. അതിന് റിച്ച, ഞാൻ ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നു. അത്താഴം കഴിഞ്ഞ ശേഷം വീണ്ടും പാത്രങ്ങൾ കഴുകുമ്പോൾ സിങ്കിലെ പൈപ്പ് ബ്ലോക്കായി വെള്ളം കെട്ടി നിൽക്കുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടും റിച്ച കൈ കൊണ്ട് അത് വൃത്തിയാക്കുന്നു. എല്ലാ ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ച് കിടപ്പുമുറിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ദിവാകർ അവളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ, അവൾക്ക് താല്പര്യമുണ്ടോ എന്ന് പോലും ചോദിക്കാതെ അവളുമായി സെക്ഷലി ഇന്റിമേറ്റ് ആകുന്നു. പിറ്റേന്ന് രാവിലെ റിച്ച അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വാഷ് ബേസിനിലെ പൈപ്പ് ലീക്കായി വെള്ളം അടുക്കള മുഴുവൻ ഒഴുകുന്നു. റിച്ച ഈ വിവരം ദിവാകറിന് മെസ്സേജ് അയച്ച് ഒരു പ്ലംബറെ വീട്ടിലേക്ക് അയക്കാൻ പറയുന്നുണ്ട്. പിന്നീട് അമ്മായി അച്ഛന്റെ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് കണ്ട് അദ്ദേഹം അവിടേക്ക് വന്ന്, വാഷിംഗ് മെഷീനിൽ അലക്കിയാൽ എന്റെ തുണികൾ കേടാകുമെന്ന് പറയുന്നു. ഗത്യന്തരമില്ലാതെ റിച്ച അദ്ദേഹത്തിന്റെ തുണികൾ കൈകൊണ്ട് അലക്കുന്നു. വൈകുന്നേരം ദിവാകർ വീട്ടിലെത്തിയപ്പോൾ പ്ലംബറെ വിളിക്കാൻ ഞാൻ മെസ്സേജ് അയച്ചില്ലേ എന്ന് റിച്ച ചോദിക്കുന്നു. തിരക്കായതുകൊണ്ട് മെസ്സേജ് കണ്ടില്ലെന്ന് ദിവാകർ മറുപടി നൽകുന്നു. റിച്ചയുടെ ഡാൻസ് ട്രൂപ്പിന് ഒരു സിനിമയിലെ ഗാനത്തിന് കൊറിയോഗ്രഫി ചെയ്യാൻ അവസരം ലഭിക്കുന്നു. അവർ റിച്ചയെയും ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ വീട്ടുജോലികളിൽ ദിവസം മുഴുവൻ മുഴുകിയിരിക്കുന്ന റിച്ചയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൃത്തം ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി അവൾ ത്യജിക്കുന്നു. അടുക്കളയിലെ വാഷ് ബേസിനിലെ പൈപ്പ് ലീക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി റിച്ച അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ദിവാകർ ഫോൺ വിളിച്ച്, പണി കഴിഞ്ഞെങ്കിൽ കിടപ്പുമുറിയിലേക്ക് വാ എന്ന് പറയുന്നു. ക്ഷീണിതയായിരുന്ന റിച്ച ഇനിയും ജോലിയുണ്ടെന്ന് കള്ളം പറഞ്ഞ് കിടപ്പുമുറിയിലേക്ക് പോകാതെ ഹാളിലെ സോഫയിൽ കിടന്നുറങ്ങുന്നു. ഇതിനിടയിൽ ഒരു ദിവസം റിച്ച ദിവാകറിനോട് തനിക്ക് ആർത്തവമായെന്ന് പറയുന്നു. ഇത് കേട്ട ദിവാകർ, എങ്കിൽ നീ ഇന്നു മുതൽ അടുക്കളയിൽ കയറണ്ട എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് റിച്ച ചോദിക്കുമ്പോൾ, നിനക്ക് വിശ്രമം വേണ്ടേ, അതുകൊണ്ട് 5-6 ദിവസം നീ അടുക്കളയിൽ കയറണ്ട, ഞാൻ ചായയും ഭക്ഷണവും പുറത്തു നിന്ന് കൊണ്ടുവരാം, ഉച്ച മുതൽ നമ്മുടെ ക്ലിനിക്കിലെ ഒരു സ്ത്രീ വീട്ടിൽ വരും, നിന്റെ ആർത്തവം കഴിയുന്നത് വരെ അവൾ പാചകവും വീടും വൃത്തിയാക്കലും ചെയ്യുമെന്ന് പറയുന്നു. ദിവാകർ എന്തിനാണ് അടുക്കളയിൽ കയറരുതെന്ന് പറഞ്ഞതെന്ന് റിച്ചയ്ക്ക് മനസ്സിലാകുന്നില്ല.
ദിവാകരന്റെ ക്ലിനിക്കിൽ നിന്നുള്ള സ്ത്രീ വന്ന് റിച്ചയുടെ ആർത്തവം കഴിയുന്നത് വരെ വീട്ടുജോലികൾ ചെയ്യുന്നു. എന്നാൽ അവൾ ദിവാകരനും അച്ഛനും ഇഷ്ടമുള്ള ഭക്ഷണമല്ല, മറിച്ച് തനിക്കറിയാവുന്നത് വെച്ചുണ്ടാക്കി കൊടുക്കുന്നു. ഗത്യന്തരമില്ലാതെ അവരത് കഴിച്ച് റിച്ചയുടെ ആർത്തവം എപ്പോൾ തീരുമെന്നും തങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം എപ്പോൾ കഴിക്കാൻ കിട്ടുമെന്നും കാത്തിരിക്കുന്നു. ഈ സമയത്ത് റിച്ച തന്റെ ഡാൻസ് വീഡിയോകൾ കണ്ട് ഒരുപാട് ആലോചിച്ച ശേഷം ഒരു ഡാൻസ് അക്കാഡമിയിൽ ഡാൻസ് ടീച്ചർ ഒഴിവിലേക്ക് അപേക്ഷിക്കുന്നു. ആർത്തവം കഴിഞ്ഞയുടൻ റിച്ച പ്രഭാത ഭക്ഷണം തയ്യാറാക്കി ഭർത്താവിനും അമ്മായി അച്ഛനും നൽകി അമ്മായി അച്ഛനോട് പറയുന്നു, എനിക്ക് നൃത്തം വളരെ ഇഷ്ടമാണ് അച്ഛാ. വിവാഹത്തിന് മുൻപേ ഞാൻ ഡാൻസ് ടീച്ചർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡാൻസ് ടീച്ചറായി ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്കൊരു ഡാൻസ് ട്രൂപ്പുമുണ്ട്. ഇത് കേട്ട് ദിവാകർ, അതൊരു ഹോബിയല്ലേ, അതിന് ജോലിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ദിവാകരന്റെ അച്ഛനും അതെ, നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ ജോലിക്ക് പോകാറില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് റിച്ചയ്ക്ക് വിഷമമായപ്പോൾ ദിവാകർ, നീ വിഷമിക്കണ്ട, നമുക്ക് അച്ഛനോട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ഒരു ദിവസം ദിവാകരന്റെ ബന്ധുവായ മുന്നാഭായിയും ഭാര്യയും വീട്ടിൽ വരുന്നു. അല്പം ഓവർ ആക്ഷൻ കാണിക്കുന്ന മുന്നാഭായി, ഇന്ന് ഞാൻ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം, അടുക്കള ഇന്ന് എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി ബിരിയാണി ഉണ്ടാക്കുന്നു. എല്ലാവരും കഴിച്ചുറങ്ങാൻ പോയ ശേഷം റിച്ച അടുക്കളയിൽ വന്ന് അവിടുത്തെ അവസ്ഥ കണ്ട് ഞെട്ടുന്നു. കാരണം ബിരിയാണി ഉണ്ടാക്കിയ മുന്നാഭായി അടുക്കള ഒരു ചവറ്റുകുട്ട പോലെ ആക്കിയിരിക്കുന്നു. ഒന്നും വൃത്തിയാക്കിയിരുന്നില്ല. ഇത് കണ്ട് റിച്ചയ്ക്ക് ദേഷ്യം വന്നെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ഗത്യന്തരമില്ലാതെ അവൾ പാത്രങ്ങളും അടുക്കളയും വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അടുക്കള മുഴുവൻ വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും രാത്രി 1 മണിയാകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ദിവാകരനും അമ്മായി അച്ഛനും പ്രഭാത ഭക്ഷണം തയ്യാറാക്കി ഉച്ചഭക്ഷണവും ഒരുക്കിയ ശേഷം താൻ അപേക്ഷിച്ച ഡാൻസ് ടീച്ചർ ജോലിയുടെ ഇന്റർവ്യൂവിന് പോകാനായി റിച്ച തയ്യാറെടുക്കുന്നു. ഇത് കണ്ട അമ്മായി അച്ഛൻ, എവിടേക്കാ മോളെ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഡാൻസ് ടീച്ചർ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്ന്, ഇന്ന് അതിന്റെ ഇന്റർവ്യൂ ഉണ്ടെന്ന് റിച്ച മറുപടി പറയുന്നു. ഇത് കേട്ട അദ്ദേഹം, ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ മോളെ, നിന്റെ അമ്മായിയമ്മ PhD കഴിഞ്ഞതാണെന്ന് നിനക്കറിയാമോ? എന്നിട്ടും അവൾ കുടുംബത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ജോലികളും ചെയ്യുന്നില്ലേ? റിച്ച എത്രയൊക്കെ ശ്രമിച്ചിട്ടും അദ്ദേഹം സമ്മതിക്കുന്നില്ല. തനിക്ക് കഴിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റിച്ചയ്ക്ക് അതിയായ ദുഃഖം തോന്നുന്നു. ഇതിനിടയിൽ റിച്ച സന്തോഷവതിയാണോ, അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അവളുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ചിന്തിക്കാതെ രാത്രിയാകുമ്പോൾ കിടക്കയിൽ സ്വന്തം സുഖത്തിന് വേണ്ടി ദിവാകർ അവളുമായി നിർബന്ധിച്ച് ബന്ധപ്പെടുന്നു. സ്വന്തം ഭർത്താവ് പോലും തന്നെ മനസ്സിലാക്കാത്തതിനാൽ തന്റെ വിഷമങ്ങൾ ആരോട് പങ്കുവെക്കണമെന്നറിയാതെ അവൾ ഒരുപാട് വിഷമിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും പതിവ് പോലെ രാവിലെ എഴുന്നേറ്റാൽ അടുക്കളയിലെ ജോലികൾ, ഭക്ഷണം തയ്യാറാക്കൽ, പാത്രം കഴുകൽ എന്നിവയിൽ അവളുടെ ദിവസം അവസാനിക്കുന്നു. വാഷ് ബേസിനിലെ ലീക്ക് ശരിയാക്കാൻ ദിവാകർ ഇതുവരെ പ്ലംബറെ വിളിച്ചിട്ടില്ല. ലീക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം ദിവാകർ റിച്ചയോട്, എന്റെ ബാഗ് പാക്ക് ചെയ്യൂ, എനിക്കൊരു കോൺഫറൻസിന് പോകണം എന്ന് പറയുന്നു. അവൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ദിവാകർ, അച്ഛന്റെ പിറന്നാൾ വരുന്നുണ്ട്, ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വരും, അതുകൊണ്ട് ഉച്ചയൂണ് ഗംഭീരമാക്കണമെന്ന് പറയുന്നു. കോൺഫറൻസിന് പോകാൻ നേരം വീണ്ടും മൂഡ് വന്ന ദിവാകർ റിച്ചയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൾ തടഞ്ഞിട്ട് ചോദിക്കുന്നു, എനിക്കിപ്പോൾ മൂഡില്ല. സെക്സ് എന്നത് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? അതിന് ദിവാകർ, നമ്മുടെ കല്യാണം കഴിഞ്ഞതല്ലേ, കുടുംബം പ്ലാൻ ചെയ്യണ്ടേ എന്ന് മറുപടി നൽകുന്നു. റിച്ച പറയുന്നു, ഇങ്ങനെയാണോ? എനിക്ക് മൂഡുണ്ടോ വികാരങ്ങളുണ്ടോ എന്നൊന്നും നോക്കാതെ നേരിട്ട് കാര്യം സാധിച്ചു പോകുന്നു. കുറച്ചെങ്കിലും സ്നേഹത്തോടെയും റൊമാൻറ്റിക് ആയും പെരുമാറും. അതിനുശേഷം നമ്മൾ ഒന്നായാൽ അതിനൊരു സുഖമുണ്ടാകും. നിങ്ങൾ ഇതൊരു ജോലി പോലെയാണ് തീർക്കുന്നത്. ഇത് കേട്ട് ദിവാകർ പറയുന്നു, നീ എന്നെ പഠിപ്പിക്കുകയാണോ? നിന്റെ ശരീരത്തിൽ നിന്ന് അടുക്കളയിലെ മണം എത്രമാത്രം വരുന്നുണ്ടെന്ന് അറിയാമോ? എന്നിട്ടും ഞാൻ നിന്റെ കൂടെ കിടക്കുന്നില്ലേ? ഇതൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നു. ഇത് കേട്ട് റിച്ചയ്ക്ക് അതിയായ വിഷമം തോന്നുന്നു. അന്ന് കർവ ചൗത്ത് ആഘോഷമായതുകൊണ്ട് ദിവാകരന്റെ അച്ഛന്റെ സഹോദരി അവിടേക്ക് വരുന്നു. ദിവാകരന്റെ അമ്മ ഇല്ലാത്തത് കൊണ്ട് പൂജകൾക്കും പാചകത്തിനും വേണ്ടിയായിരുന്നു വരവ്. അടുക്കളയിൽ കയറി പൈപ്പ് ലീക്കും അവിടുത്തെ സാധനങ്ങളും കണ്ട് അവർ റിച്ചയോട്, അടുക്കള എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറയുന്നു. നിന്റെ അമ്മായിയമ്മയെ പാചകം പഠിപ്പിച്ചത് ഞാനാണെന്നും അവർ പറയുന്നുണ്ട്. ഇത് കേട്ട് റിച്ച തന്റെ ഡാൻസ് വീഡിയോകൾ അവരെ കാണിക്കുന്നു. ഭക്ഷണം തയ്യാറാക്കിയ ശേഷം എല്ലാവരും അത്താഴം കഴിക്കുന്നു. പിറ്റേന്ന് കർവ ചൗത്ത് ആയതുകൊണ്ട് എല്ലാവരും ഉപവാസം അനുഷ്ഠിക്കുന്നു. റിച്ചയ്ക്കും ഉപവാസം എടുക്കേണ്ടി വരുന്നുണ്ട്. അടുക്കളയിൽ വന്ന അമ്മായിക്ക് സുഖമില്ലായിരുന്നു. എന്നിട്ടും അവർ ഉപവാസം എടുക്കുന്നു. ഇത് ശ്രദ്ധിച്ച റിച്ച, അമ്മായി ഗുളിക കഴിച്ച് വെള്ളം കുടിക്കൂ, ആരോഗ്യത്തെക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും എന്ന് സ്നേഹത്തോടെ പറയുമ്പോൾ അവർ, അതൊന്നും സാരമില്ല, ഞാൻ ഉപവാസം എടുക്കും. നിന്റെ അമ്മായിയമ്മ പറഞ്ഞിരുന്നു, നീ പാചകം ചെയ്യുമ്പോൾ കാണുന്നതൊക്കെ എടുത്ത് തിന്നുന്ന ശീലമുണ്ടെന്ന്. ഇന്ന് ഉപവാസമാണ്, മറന്ന് തിന്നുകളയരുത്, വ്രതം മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് ദിവാകരന്റെ അച്ഛന്റെ സഹോദരി റിച്ചയുടെ ഡാൻസ് വീഡിയോകൾ അദ്ദേഹത്തെ കാണിക്കുന്നു. ഇത് കണ്ട് റിച്ച അടുക്കളയിലേക്ക് പോകുന്നു.
അപ്പോൾ ദിവാകർ റിച്ചയുടെ അടുത്തേക്ക് വന്ന് നിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഡാൻസ് വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യും, ആരെങ്കിലും കണ്ടാൽ മോശമാണെന്ന് പറയുന്നു. അതുവരെ എല്ലാം സഹിച്ച് ജീവിച്ച റിച്ച തന്റെ ഭർത്താവിന് മുൻപേ തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന നൃത്തത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന ദേഷ്യത്തിൽ മറുപടി പറയുന്നു. അതേ ദിവസം വൈകുന്നേരം വ്രതം പൂർത്തിയാക്കി പുതുതായി വിവാഹിതരായ റിച്ചയ്ക്കും ദിവാകരനും വേണ്ടി ചടങ്ങുകൾ നടത്തുന്നു. എന്നാൽ ദിവാകർ റിച്ചയോട് യാതൊരു സ്നേഹമോ വികാരമോ പ്രകടിപ്പിക്കുന്നില്ല. ഇത് റിച്ചയെ മാനസികമായി തളർത്തുന്നു. ദിവാകരന്റെ പിറന്നാൾ ദിവസം അവന്റെ സുഹൃത്തുക്കളെല്ലാം വീട്ടിൽ വരുന്നുണ്ട്. കേക്ക് മുറിച്ച് എല്ലാവരും നൃത്തം ചെയ്ത് ആസ്വദിക്കുന്നു. റിച്ച അടുക്കളയിൽ തനിച്ചിരുന്ന് പൈപ്പിൽ നിന്ന് ലീക്കായി നിറയുന്ന ബക്കറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അപ്പോൾ വേലക്കാരൻ വന്ന് മാഡം എല്ലാവർക്കും സർബത്തുണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു പോകുന്നു. മറുവശത്ത് മുന്നഭായി പാർട്ടിയിൽ റിച്ചയുടെ ഡാൻസ് വീഡിയോകൾ എല്ലാവരെയും കാണിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യൂ എന്ന് പറയുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ദിവാകർ ഉടൻ റിച്ചയുടെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാൻ, നീ ചെയ്തില്ല, ഇപ്പോൾ നോക്ക് എല്ലാവരും ആ വീഡിയോകൾ എന്നെ കാണിച്ച് ചിരിക്കുന്നു എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് നീ എന്താ ഇതുവരെ സർബത്ത് ഉണ്ടാക്കാത്തത്, വേഗം ഉണ്ടാക്കി കൊണ്ടുപോവാ എന്നും പറഞ്ഞു പോകുന്നു. അതുവരെ നടന്നതെല്ലാം ഓർത്ത റിച്ചയുടെ ദേഷ്യം അണപൊട്ടി. പൈപ്പിൽ നിന്ന് ലീക്കായി ബക്കറ്റിൽ നിറഞ്ഞ ആ വൃത്തികെട്ട വെള്ളം ഗ്ലാസുകളിൽ നിറച്ച് പുറത്ത് കൊണ്ടുപോയി കുടിക്കാൻ അവർക്ക് നൽകുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ദിവാകർ അടുക്കളയിലേക്ക് വന്ന് റിച്ചയെ അടിക്കാൻ ഓങ്ങുമ്പോൾ റിച്ച ബക്കറ്റിലെ വെള്ളം മുഴുവൻ ദിവാകറിന്റെ മുഖത്തേക്ക് ഒഴിച്ച് അവിടെ നിന്ന് നേരെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. മാതാപിതാക്കളോട് നടന്നതെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് അവർ ഇപ്പോഴും റിച്ചയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും വാ ഞങ്ങളും നിന്റെ കൂടെ ഭർതൃഗൃഹത്തിലേക്ക് വന്ന് അവരോട് മാപ്പ് പറയാമെന്നും പറയുന്നു. അതേസമയം റിച്ചയുടെ സഹോദരൻ പുറത്തുനിന്ന് വന്ന് ദാഹിക്കുന്നുവെന്നും വെള്ളം വേണമെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിച്ചയുടെ അമ്മ നീ ആദ്യം തണുത്ത വെള്ളം കുടിച്ച് സമാധാനപ്പെട്, എന്നിട്ട് നിന്റെ സഹോദരന് വെള്ളം കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയുന്നു. ഞാൻ കൊടുക്കില്ല, ഞാൻ എന്തിനു കൊടുക്കണം, അവന് സ്വയം വെള്ളം എടുത്ത് കുടിച്ചൂടെ, നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കൾ കാരണമാണ് ആൺമക്കൾ ഇങ്ങനെയാകുന്നത് എന്നവൾ പറയുന്നു. അതിനമ്മ ഇതിനെന്തിനാ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുന്നു. ഒരു കുടുംബത്തിൽ മകനും മകളും നിങ്ങളുടെ ഒരേ രക്തമല്ലേ, പിന്നെ എന്തിനാണ് മകനെ കൂടുതലായും മകളെ കുറവായും കാണുന്നത്? എപ്പോഴും മകൻ മകൻ മകൻ. നിങ്ങൾ മകൻ എത്ര പ്രാധാന്യം നൽകുന്നുവോ അത്രയും തന്നെ മകൾക്കും നൽകണം. പെൺകുട്ടി എന്നാൽ കടയിൽ വിൽക്കുന്ന പാവയല്ല, അവൾക്കും വികാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവൾക്കും പുരുഷന്മാരോട് മത്സരിച്ച് എല്ലാം നേടാൻ കഴിയും. പെൺകുട്ടികളെ താഴ്ത്തി കാണുന്നത് ഇപ്പോഴെങ്കിലും നിർത്തൂ. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞിട്ടും എന്റേതാണ് തെറ്റെന്നും ഭർത്താവ് എന്ത് ചെയ്താലും സഹിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ അവർക്കാണ് പിന്തുണ നൽകുന്നത്. ഇനിയെങ്കിലും എന്റെ ജീവിതം എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. ഇതും പറഞ്ഞവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോകുന്നു. ഇതെല്ലാം കേട്ട് റിച്ചയുടെ മാതാപിതാക്കൾക്ക് അവളുടെ വേദന മനസ്സിലാകുന്നു. കുറച്ചു കാലം കടന്നു പോകുന്നുണ്ട്. റിച്ച ദിവാകറിൽ നിന്ന് വിവാഹമോചനം നേടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. മറുവശത്ത് ദിവാകറിന്റെ മാതാപിതാക്കൾ അവന് മറ്റൊരു വിവാഹം നടത്തിക്കൊടുക്കുന്നു. പതിവ് പോലെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥയും റിച്ചയുടേതുപോലെയായി അടുക്കളയ്ക്കും കിടപ്പുമുറിക്കും മാത്രമായി ഒതുങ്ങിയതായി കാണിക്കുന്നു. അതായത് ദിവാകരന്റെ വീട്ടിലേക്ക് വന്നത് ഭാര്യയോ മരുമകളോ അല്ല, ഒരു വേലക്കാരിയാണ്. അവർ അവളെ അങ്ങനെയാണ് കാണുന്നത്. ഈ സിനിമയിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിക്കുന്നത് മിക്ക വീടുകളിലെയും സ്ത്രീകളുടെ അവസ്ഥയാണ്. ഈ ഒരു സീനോടെ ഈ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.